അല്ല, കേന്ദ്ര സർക്കാരിൻ്റെ നയം നിഷാദേ, നിങ്ങൾ ജനങ്ങളുടെ സേവനോന്മുഖമായ പൊതുമേഖലയുൾപ്പെടെയുള്ള പൊതുസേവനം ഉൾപ്പെടെയുള്ള ഒരു മേഖലയിലേക്കും റവന്യൂ വരുമാനം ചെലവാക്കേണ്ടതാണ്. അങ്ങനെ മാനവികമായ നിക്ഷേപത്തിന് നിങ്ങൾ റവന്യൂ വരുമാനം ചെലവാക്കരുത്. നിങ്ങൾ ആരോഗ്യ മേഖലയിലെ, വിദ്യാഭ്യാസ മേഖലയിലെ അധ്യാപകർക്ക്, ജീവനക്കാർക്ക് ഇവർക്കൊന്നും റവന്യൂ ചെലവ് വേണ്ട എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇത്തരം ഉത്തരവാദിത്തങ്ങളെല്ലാം സ്വകാര്യ മൂലധന ശക്തികളെ ഏൽപ്പിച്ചാൽ മതി. അത് KSEBയെ എന്തിനാണ്? അദാനിയില്ലേ, അദാനി ഏൽപ്പിച്ചാൽ മതിയല്ലോ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഇലക്ട്രിക്കൽ ബിസിനസ്സിൻ്റെ രംഗത്ത്, വൈദ്യുതി ബിസിനസ്സിൻ്റെ രംഗത്ത് ഉദിച്ചുയരുന്ന താരമല്ലേ, മോഡിയുടെ നിഴലിൽ വളർന്നു വന്നിരിക്കുന്ന ക്രോണിയല്ലേ മിസ്റ്റർ അദാനി. ആ അദാനിയെ കേരളത്തിലെ KSEB ഏൽപ്പിക്കാൻ അനുവദിക്കില്ലെന്നുള്ള ഉറച്ച നിലപാടുള്ള പ്രസ്ഥാനമാണ് കേരളത്തിലെ ഇടതുപക്ഷം എന്ന് പറയുന്നത്. ഞാൻ ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ സേനാപതി വേണുവിനെ ഓർമ്മിപ്പിക്കുന്നു. INTUC ഉൾപ്പെടെയുള്ള സംഘടനകൾ അനുവദിക്കുമോ? നിങ്ങൾ ഈ വൈറ്റ് പേപ്പറിൽ പറഞ്ഞിരിക്കുന്നത് KSEBയെ കമ്പനിവൽക്കരിച്ച് KSEBയെ ജനറേഷൻ്റെയും പ്രസരണത്തിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ്റെയും ഒക്കെ തന്നെ ഒരു കോർപ്പറേറ്റ് സ്ഥാപനമാക്കി മാറ്റാം. സർക്കാർ അതിന് പണം ചെലവാക്കണ്ട, അതിൻ്റെ വരുമാനം അനുസരിച്ച്, അതിൻ്റെ ലാഭനഷ്ടക്കണക്കനുസരിച്ച് അത് പ്രവർത്തിക്കട്ടെ. ഇനി തീരെ അതിൻ്റെ പണമടക്കാൻ, അതിൻ്റെ കോസ്റ്റ് അടക്കാൻ കഴിയാത്തവർക്ക് സർക്കാർ എന്ത് ചെയ്യുക? സബ്സിഡി കൊടുക്കാം. ഏത്? LPGക്ക് ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുമെന്ന് മോഡി പറഞ്ഞതുപോലുള്ള ഒരു നയത്തിൻ്റെ രേഖയാണിത്. നിങ്ങൾ ഒളിപ്പിച്ച് വരിച്ചിരിക്കുന്നത് മോഡിയുടെ ഈ നിയോ ലിബറൽ പരിഷ്കാരങ്ങളാണ്. കേരളത്തിൻ്റെ റവന്യൂ വരുമാനം നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിൻ്റെ റവന്യൂ വരുമാനം, കേരളത്തിൻ്റെ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേമ സേവന മേഖലയുള്ള സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഈ വിഖ്യാതമായ കേരള മാതൃകയുടെ ഹൃദയം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ ആരോഗ്യ മേഖലയും വാട്ടർ അതോറിറ്റി പോലുള്ള കുടിവെള്ള വിതരണത്തിനുള്ള സർക്കാർ സേവന മേഖല, അതേപോലെ തന്നെ KSEB പോലുള്ള വൈദ്യുതി വിതരണത്തിനുള്ള സർക്കാർ സർവീസ് മേഖല. ആ സർക്കാർ സർവീസ് മേഖലയെ കൈയൊഴിച്ച് അവിടെ ചില പണം ചെലവാക്കുന്നത് നിർത്താമെന്നാണ് നിങ്ങളുടെ ഈ നയരേഖ, ഈ സ്റ്റാറ്റസ് റിപ്പോർട്ട് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കടുത്ത സ്വകാര്യവൽക്കരണത്തിൻ്റെ നിർദ്ധയമായ ഒരു പരിഷ്കരണത്തിന് ഈ കേരളീയ സമൂഹത്തെ വിധേയമാക്കാൻ, കേരളം ചരിത്രപരമായി കെട്ടിപ്പടുത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർക്കാൻ നിങ്ങളെ അനുവദിക്കില്ല. ഇതൊരു രാഷ്ട്രീയ പ്രക്ഷോഭത്തിൻ്റെ പ്രശ്നമാണ്. അക്കാദമിക്കുകൾ ഇരുന്ന് ചർച്ച ചെയ്ത് തീർക്കേണ്ട ഒരു പ്രശ്നമല്ല. അക്കാദമികൾക്ക് വലിയ പങ്കുണ്ട്. ഞാനിവിടെ അജിത് കുമാറിനോട് ചോദിക്കുന്നു, കേരളം എന്ന് പറയുന്ന ഇന്നത്തെ ഇന്ത്യൻ യൂണിറ്ററിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ്, ഒരു ഫെഡറൽ യൂണിറ്റാണ്. കേന്ദ്ര നയങ്ങൾ തന്നെയാണ്. ഇപ്പോൾ കേരളത്തിന് വിഹിതം പങ്കിടാൻ പറ്റാത്ത എത്ര സെസ്സുകളാണ്, സർചാർജുകളാണ്. അങ്ങൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനല്ലേ, അങ്ങക്ക് ഇതൊന്നും അറിയില്ലേ? അപ്പോൾ കേന്ദ്ര നയമൊന്നും നമ്മൾ നോക്കണ്ട, ഇവിടുത്തെ കാര്യം എന്ന രീതിയിൽ അങ്ങനെ ലളിതയുക്തിയിലേക്ക് നമ്മൾ പരിമിതപ്പെട്ടു പോകരുത്. അത്തരം ലളിതയുക്തികളൊക്കെ തന്നെ മുതലാളിത്തത്തിൻ്റെതാണ്, സ്വകാര്യവൽക്കരണത്തിൻ്റെതാണ്, കടുത്ത ജനവിരുദ്ധതയുടേതാണ്. ആ ജനവിരുദ്ധമായ നയങ്ങൾ ആരംഭിക്കാനുള്ള ഒരു നയരേഖ മാത്രമാണിത്. അതിനെന്താണ് വളരെ വൈകാരികമായിട്ട് ഇമോഷണൽ എക്കണോമിക്സിൽ അങ്ങനെ ഇതിനകത്തൊരു കാര്യമുള്ളത്, ഞാനിപ്പോ താങ്കളുടെ വാദത്തെ പൂർണ്ണമായി ഖണ്ഡിക്കല്ല. പക്ഷേ ഈ പ്രൊഡക്റ്റീവ് അല്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇപ്പം നിങ്ങളുടെ കയ്യിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിൽ 10 വർഷം ഇരുന്നിട്ടും പ്രൊഡക്റ്റീവ് ആക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളതിനകത്ത് വളരെ കുറച്ചുകൂടി ആവേശകരമായ പോളിസി മാറ്ററുള്ള ഒരു മുന്നണിയാണല്ലോ, എന്നിട്ട് കഴിഞ്ഞില്ല. അപ്പം പ്രൊഡക്റ്റീവ് അല്ലാത്ത, ഗുണപരമല്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളെ നാം എന്തു ചെയ്യണം? ഏതാണ് പ്രൊഡക്റ്റീവ് അല്ലാത്തത്? ഇവർ ചൂണ്ടിക്കാണിക്കുകയാണ് പലതും കാര്യങ്ങളിൽ നിന്നുള്ള ഇങ്ങോട്ടുള്ള ഇൻകം അല്ല. കുടിവെള്ള വിതരണം അത് എസെൻഷ്യലാണ്, അവശ്യ സർവീസാണ്. അതിന് എന്താണ്, അതിൽ നിന്ന് അതിൻ്റെ വരുമാനം കൊണ്ട് അതിനെ നടത്താമെന്നുള്ളത് ഒരു വെൽഫെയർ സ്റ്റേറ്റ് ചിന്തിക്കില്ല. ഞാൻ പറയുന്ന ഇടതുപക്ഷവും കമ്മ്യൂണിസവും ഒന്നുമല്ല, ഒരു വെൽഫെയർ സ്റ്റേറ്റ് തിയറിയിൽ നിന്ന് നമ്മൾ ആലോചിച്ചാൽ കുടിവെള്ള വിതരണം സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമല്ലേ? അതിൻ്റെ ലാഭനഷ്ടം നോക്കിയിട്ടാണോ? വിദ്യാഭ്യാസം, ആരോഗ്യം, ഇതൊക്കെ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമല്ലേ? അതിൻ്റെ ലാഭനഷ്ടം നോക്കിയിട്ടാണോ? മറ്റു പൊതുമേഖലാ കമ്പനികളാണ് കേരളത്തിലെ 51 പൊതുമേഖലാ കമ്പനികൾ. ഇതാ ഞാൻ വായിക്കാം. 2024-25 അതിൻ്റെ വിറ്റുവരവ് 5136 കോടിയാണ്. കേരളത്തിൽ കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയായിരുന്ന കാലത്ത് ഇതെല്ലാം നഷ്ടത്തിലാണെന്ന് പറഞ്ഞ് ഡിസ്ഇൻവെസ്റ്റ്മെന്റിന് വെച്ചതാ. അരുൺ ഷൂരിയുടെ ചുവട് വെച്ചുകൊണ്ട്, BJP സർക്കാരിനെ ചുവട് വെച്ചുകൊണ്ട് 2001 കേരളത്തിലെ പൊതുമേഖലാ വ്യവസായങ്ങളെല്ലാം ഡിസ്ഇൻവെസ്റ്റ്മെന്റിന് വെച്ചതാണ്. പക്ഷേ ഇടതുപക്ഷം വന്നതിന് ശേഷം അത് പുനരുജ്ജീവിപ്പിച്ചു, ശക്തിപ്പെടുത്തി. ഇപ്പോൾ 51 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ 2024-25 വർഷത്തെ ടേൺ ഓവർ 5136 കോടിയാണ്. എന്ന് മാത്രമല്ല, ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലാഭം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കേന്ദ്ര സർക്കാർ വെള്ളൂരിലെ ന്യൂസ് പ്രിന്റ് വിൽക്കുമ്പോൾ നമ്മൾ വാങ്ങിയത്. ഞങ്ങളുടെ ഒരു നയം, ഇടതുപക്ഷത്തിൻ്റെ ഒരു നയം, പൊതുമേഖലയെ വികസനത്തിൻ്റെ, വളർച്ചയുടെ,
മർമ്മപ്രധാനമായ സ്ഥാനമായി എടുക്കണമെന്നാണ്. ശരി. അതിന് കേന്ദ്ര